ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് വലിയൊരു സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പാക്കി എടുത്തതാണ്. പാത്രം എൻ്റെ കയ്യിൽ നിന്ന് അധികമൊന്ന് വീണ് പോയിട്ടുണ്ട് കേട്ടോ. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്നാക്കിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് സവാള ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സവാള എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം ക്യാരറ്റ് ചോപ്പാക്കി എടുത്തതാണ്. ഈ ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പാക്കിയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റൊക്കെ പെട്ടെന്ന് ആവി ഉണ്ടാൽ തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ കുക്കായി വന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ എന്താ പറയുക ചുവന്ന മുളക് ഒന്ന് എന്താ പറയുക ചതച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി കട്ടാക്കിയത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് പോകുവോളം മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഉള്ളിയൊക്കെ ആദ്യം തന്നെ വെന്ത് വന്നതാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. 4 മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ട മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടകളെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുക്കാം. ഇതുപോലത്തെ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതിയാകും കേട്ടോ. ഇത് മുഴുവൻ ഞാനിവിടെ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ട ഉപ്പിട്ട് ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം വരുന്ന ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷാക്കി എടുത്തതാണ് കേട്ടോ. നല്ല പൊടിയായിട്ട് ക്രഷാക്കി ഇട്ടിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള എന്താ പറയുക സവാളയും ക്യാരറ്റും ഒക്കെയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വീറ്റ് ബ്രെഡാണ് എടുത്തത്. ഏത് ബ്രെഡാണേലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വീറ്റ് ബ്രെഡ് ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കണം കേട്ടോ. അത് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നോക്കുക. നമുക്ക് നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കടലമാവ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഈ പൊടികൾ ചേർക്കുന്ന സമയം 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താലും മതിയാകും. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എനിക്ക് ആ 3 ടേബിൾ സ്പൂൺ ബ്രെഡിൻ്റെ പൊടി കറക്റ്റ് പാകമായിരുന്നു. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ ബ്രെഡിൻ്റെ പൊടി കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ പൊടി വേണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, അരിപ്പൊടിയോ മൈദയോ കടലമാവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിലൊട്ടി പിടിക്കുന്ന പേടിയൊന്നും പേടിക്കണ്ട. ഇത് സുഖമായിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെ ഉരുട്ടിയിട്ട് ബോൾ മാതിരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു സൈഡിലേക്ക് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് കോട്ട് ചെയ്യാൻ ആവശ്യമായ മൈദയാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോ എടുക്കാം കേട്ടോ. ഇത്രയും സാധനം ഒന്ന് കോട്ട് ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊരു ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് ലൂസാക്കി, ഒരുപാട് ടൈറ്റും ആകരുത്, എന്നാൽ ഒരുപാട് പച്ചവെള്ളം പോലെ ലൂസും ആകരുത് കേട്ടോ. ആ രീതിയിൽ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് നീക്കി വെക്കാം.
പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ തിന്നായിട്ടുള്ള സേമിയല്ലേ, നല്ല കനം കുറിഞ്ഞിട്ട് ആ സേമിയാണ് എടുത്തിട്ടുള്ളത്. ആ സേമിയ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇല്ലേ, ഗോതമ്പ് ബ്രെഡിൻ്റെ ആ ബ്രെഡ് ക്രംസ് കൂടെ ഇതിലേക്ക് ഒരു 3-4 കൈപ്പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 7 ബ്രെഡ് പൊടിച്ചെടുത്തതാണ് അത്രയും പൊടിയുള്ളത്. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ആദ്യം നമ്മൾ മൈദമാവിൽ ഒന്ന് കോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംസും നമ്മൾ സേമിയയും കൂടി മിക്സ് ആക്കിയിട്ടില്ലേ, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. എല്ലാവരുടെയും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ വലിയൊരു പാത്രത്തിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ 5-6 വേണമെങ്കിൽ ഒരുമിച്ച് മാവിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വട്ടം ഇങ്ങനെ കോട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് വീണ്ടും മാവിലിടുക, വീണ്ടും ബ്രെഡ് ക്രംസും സേമിയയിലും മിക്സ് ആക്കിയിലിടുക, അങ്ങനെ എടുക്കാം. ഡബിൾ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതാ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ള ഉരുളകൾ ചിലത് വലുതും ചിലത് ചെറുതും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വലിപ്പത്തിനനുസരിച്ചൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണതാണല്ലോ. അപ്പോൾ ചിലത് അങ്ങോട്ട് വലുതാകും, ചിലത് അങ്ങോട്ട് ചെറുതാകും, അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഒരു 3 ആദ്യം ഫ്രൈ ആക്കി എടുത്തിട്ടോ. അത് സ്കിപ്പായി പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമുക്കിതാ ഇതുപോലെ ഞാനൊരു 5 ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയാൽ മതി. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ആദ്യം ഉള്ളിലെ എല്ലാ സാധനങ്ങളും വെന്തതാണ്. പുറമൊന്നിങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം ആ 3 ഫ്രൈ ആക്കിയത് സ്കിപ്പായി പോയതാണ് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ അതാ മുഴുവൻ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ നല്ല പുതിനയൊക്കെ ചേർത്തിട്ടുള്ള ചട്ടണിയുടെ ഒപ്പവും നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഫ്താർ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും